ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ അഡീനിയം ചെടി ഒന്ന് പോട്ട് ചെയ്തെടുത്താലോ. അതിന് അടിപൊളി പോട്ടി മിക്സ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതാ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് 1 കപ്പ് മണ്ണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ അതിലത്തെ കരടൊക്കെ ഒഴിവാക്കണം കേട്ടോ. ചെറിയ തരിയുള്ള മണ്ണ് വേണം എടുക്കാൻ. പിന്നെ അതാ 1.5 കപ്പ് മണലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്, 1 പിടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ എല്ലുപൊടി, കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അഡീനിയത്തിൻ്റെ മിക്സാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ റോസിനും ഇതേ മിക്സ് ഉപയോഗിക്കാം. കാരണം വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം ഏത് പ്ലാന്റിനും നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അതിൽ നമ്മൾ 1 കപ്പ് മണ്ണെടുക്കുകയാണെങ്കിൽ 2 കപ്പ് മണലെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നല്ല പോലെ ഹോളിട്ടിട്ട് ഇതുപോലെ നമുക്ക് ചകിരിത്തുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓടും കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഓട് കഷ്ണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഏതാ കയ്യിലുള്ള വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നമുക്ക് പോട്ടിലേക്ക് മാറ്റാം. 1/4 ഭാഗം നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കണം. കാരണം അഡീനിയത്തിൻ്റെ കോഡക്സ് മേലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ മണ്ണ് നിറച്ചു കൊടുക്കേണ്ടത്. റോസയൊക്കെ നടുകയാണെങ്കിൽ നമ്മളൊരു 1/4 ഭാഗം നിറച്ചിട്ട് പിന്നെ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ പ്ലാന്റ് വെക്കാം. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത് ഡബിൾ പെറ്റൽ അഡീനിയാണ് കേട്ടോ. സാധാ സിംഗിൾ പെറ്റൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാ ഇത് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒരുവിധം എല്ലാ പ്ലാന്റിനും നമുക്ക് ഈ പോട്ടി മിക്സ് ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് മണ്ണ് കുറവാണ്, മണലാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കൊന്നും ചെയ്യൂല. നമുക്ക് മണലിന് പകരം എംസാൻഡ്, മണൽ കിട്ടാത്തവർക്ക് എംസാൻഡും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ മണലെടുത്തതാണ്. ഞാൻ സാധാരണ എംസാൻഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.